Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ അതല്ലേ സ്റ്റാർട്ട് ചെയ്തത്? Yes, ma'am. Okay, ആ 4 പീസ് കംപ്ലീറ്റ് ആയോ? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, നാലെണ്ണം കംപ്ലീറ്റ് ആയോ? പ്ലേസ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയേ. Yes. അതെ. Okay. വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? പ്ലേസ് വരെയും ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ 4 പീസ് ആണ് നമ്മൾ പറഞ്ഞത്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അതിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? an item അല്ലെങ്കിൽ the product is the item offered for sale. അല്ലെ, സെയിൽ അല്ലെങ്കിൽ വിൽപ്പന വാഗ്ദാനം ചെയ്യുന്ന ഒരു ഐറ്റത്തെ അല്ലെങ്കിൽ ഒരു ഇനത്തെയാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കൊരു കമ്പനി ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനോ അല്ലെങ്കിൽ ഒരു സർവീസിനോ വേണ്ടിയിട്ട് അതിന് പകരമായിട്ട് നാം നൽകുന്ന മൂല്യത്തെ അല്ലെങ്കിൽ വാല്യൂവിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? to the geographical location. അല്ലെ, the company sells its products. ആ കമ്പനി അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ സർവീസ് വിൽപ്പന നടത്തുന്ന ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥാനം എവിടെയാണോ അതിനെയാണ് പ്ലേസ് എന്ന് പറയുന്നത്. 3 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു ഓൾറെഡി. Then 4th one ആണ് പ്രൊമോഷൻ. അല്ലെ, പ്രൊമോഷൻ നമ്മൾ ഓൾറെഡി കുറെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളൊക്കെ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെ, അപ്പൊ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊമോഷൻ ഇൻ ദ മാർക്കറ്റിംഗ് മിക്സ് refers to the communication that aims at promoting a product, activity or a brand among the target customers in order to drive sales and involve both buyer and seller. ഇവിടെ പ്രൊമോഷൻ എന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച ആ ഒരു സെന്റൻസ്, പ്രൊമോഷൻ ഇൻ ദ മാർക്കറ്റിംഗ് മിക്സ് refers to എന്താണ്? the communication, ഒരു ആശയവിനിമയമാണ് ശരിക്കും പ്രൊമോഷൻ എന്ന് പറയുന്നത്. അല്ലെ, that aims at promoting a product. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത്? എന്തിനെയാ? പ്രൊമോട്ടിംഗ് എ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി, ഒരു പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെയോ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ എന്താണ്? പ്രചരിപ്പിക്കുക. എമംഗ് ദ ടാർഗറ്റ് കൺസ്യൂമേഴ്സ്. ആരുടെ ഇടയില്? ടാർഗറ്റ് കൺസ്യൂമേഴ്സിനിടയിൽ. നമ്മൾ ഏത് വിഭാഗത്തെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഏത് വിഭാഗത്തെ ടാർഗറ്റ് ചെയ്താണോ ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ സർവീസ് ഉണ്ടാക്കുന്നത്, ആ ഒരു ടാർഗറ്റ് വിഭാഗത്തിനിടയിൽ ആ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു സർവീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്താണ്? അതിനെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ പ്രചരിപ്പിക്കുക എന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ഓർഡർ ടു ഡ്രൈവ് സെയിൽസ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രൊമോഷൻസ് നടത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ഇൻ ഓർഡർ ടു ഡ്രൈവ് സെയിൽസ്. അല്ലെ, വിൽപ്പന കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ശരിയല്ലേ? നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രൊമോഷൻസ് കൊടുക്കുന്നത്. ആ ഒരു പ്രൊഡക്റ്റ് അല്ലാതെയും വിറ്റുപോകും, പക്ഷെ വിൽപ്പന കൂടുതലാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രൊമോഷൻസ് നടത്തുക. അല്ലെ, ആൻഡ് ഇൻവോൾവ് ബോത്ത് ബയ്യർ ആൻഡ് സെല്ലർ. ഒരു പ്രൊമോഷനില് 2 കൂട്ടരും ഉൾപ്പെടുന്നുണ്ട്, ബയ്യറും സെല്ലറും. അല്ലെ, നൽകുന്ന ആളും അതുപോലെ തന്നെ വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളുകളും ഉൾപ്പെടുന്നുണ്ട്. ആൻഡ് however, rather than just increasing sales, the promotion can also aim at building the reputation of the organization. ഇനി ജസ്റ്റ് നമുക്ക് ഈ ഒരു സെയിൽസ് വർദ്ധിപ്പിക്കുക മാത്രമല്ല ഒരു പ്രൊമോഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലെ, ജസ്റ്റ് ഇൻക്രീസിങ് സെയിൽസ് മാത്രമല്ല. എന്താണ്? പ്രൊമോഷൻ ക്യാൻ ഓൾസോ എയിം അറ്റ് ബിൽഡിംഗ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷനെ പ്രശസ്തി കൂടി ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി എന്തിനുണ്ട്? പ്രൊമോഷനുണ്ട്. അപ്പൊ പ്രൊമോഷനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ refers to a communication. അല്ലെ, ഇതൊരു ആശയവിനിമയമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ആശയവിനിമയമാ? aim at promoting a product, activity or a brand among the target consumers. നമ്മൾ ഏത് ടാർഗറ്റ് കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ ഏത് വിഭാഗത്തെയാണോ ഫോക്കസ് ചെയ്യുന്നത് ആ വിഭാഗത്തിനിടയിൽ
ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആ ബ്രാഞ്ചിനെ കുറിച്ച് കമ്മ്യൂണിക്കേഷനിലൂടെ പ്രൊമോഷൻസ് നടത്തുക എന്നതാണ് ഈ ഒരു പ്രൊമോഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ കമ്മ്യൂണിക്കേഷൻസ് നടത്തി അതിലൂടെ ആ ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിന്റെ സെയിൽസ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുപോലെ തന്നെ ഇതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ബയ്യറും സെല്ലറും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒരു ഇൻക്രീസിങ് സെയിൽസ്, വിൽപ്പന വർദ്ധിപ്പിക്കുക മാത്രമല്ല ഈ ഒരു പ്രൊമോഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. മറിച്ച് എന്താണ്? ഓൾസോ എയിം അറ്റ് ബിൽഡിംഗ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷന്റെ പ്രശസ്തി കൂടി ലക്ഷ്യം വെക്കുന്ന ഒന്നാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി. പ്രൊമോഷൻ ക്ലിയർ ആണോ? കംപ്ലീറ്റ് ആയോ? ഓക്കെ ഓക്കെ. Then next one, how to market a hospital. ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം? നമ്മൾ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് കുറെ പഠിച്ചതായിരുന്നു അല്ലെ? ഇപ്പൊ ഇവിടെ ഹൗ ടു മാർക്കറ്റ് എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം? A healthcare marketing is a process of strategic outreach and communication designed to attract healthcare consumers, guide them through their healthcare journey, and keep them engaged with the health system. Underline ചെയ്തിട്ടേ healthcare marketing എന്ന് പറഞ്ഞാൽ is a process of strategic outreach and communication designed to attract healthcare consumers. അല്ലെ? എപ്പോഴും ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്ത് പ്രക്രിയയാണ്? കുറച്ചധികം സ്ട്രാറ്റജീസ് അല്ലെ, കുറേയധികം തന്ത്രങ്ങൾ. നമ്മൾ ഓൾറെഡി പഠിച്ചതായിരുന്നു, ഡിപ്ലോമയിൽ പഠിച്ചില്ലേ? സ്ട്രാറ്റജിക് തന്ത്രങ്ങൾ അല്ലെങ്കിൽ തന്ത്രങ്ങൾ എങ്ങനെ നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാം, അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, പഠിച്ചില്ലേ? അങ്ങനെയുള്ള കുറെ അധികം സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങള് വ്യാപിപ്പിക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ആശയവിനിമയങ്ങളിലൂടെയും ഡിസൈൻ ടു അട്രാക്ട്, ആരെ ആകർഷിക്കുക എന്നുള്ളതാണ്? ഹെൽത്ത് കെയർ കൺസ്യൂമേഴ്സിനെ, ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുകയും ഗൈഡ് ദം ത്രൂ ദെയർ ഹെൽത്ത് കെയർ ജേർണി, അവരുടെ ആരോഗ്യ പരിചരണ യാത്രയിലുടനീളം അവരെ ആവശ്യമായ രീതിയിലുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ അവരെ നയിക്കുകയും ആൻഡ് കീപ് ദം എൻഗേജ്ഡ് വിത്ത് ദ ഹെൽത്ത് സിസ്റ്റം. ഈ ഒരു ഹെൽത്ത് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എപ്പോഴും അവരെ എൻഗേജ്ഡ് ആക്കി നിർത്തുകയും ചെയ്യുക എന്നതാണ് ഒരു ഹെൽത്ത് കെയർ മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയുടെ പ്രധാന എയിം എന്ന് പറയുന്നത്. ഒരു ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് എ പ്രോസസ്. ഇവിടെ എന്ത് പ്രക്രിയ നടക്കുന്നത്? കുറെ അധികം സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ ആ ഒരു മേഖലയിൽ വ്യാപിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഒത്തിരി കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നു. ആ രീതിയിലുള്ള തന്ത്രങ്ങളുടെയും ആ ആശയവിനിമയങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ ഹെൽത്ത് കെയർ കൺസ്യൂമേഴ്സിനെ ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആകർഷിക്കുന്നു. അതിലൂടെ അവരെ എപ്പോഴും ആ ഒരു സ്ഥാപനത്തിലെ എൻഗേജ്ഡ് ആക്കി നിർത്തുകയും അവരുടെ ജീവിതത്തിലുടനീളമുള്ള ഹെൽത്ത് കെയർ ജേർണി അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട ആ ഒരു യാത്രയിൽ അവർക്ക് ആവശ്യമായ ഗൈഡൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്യുക എന്നൊരു പ്രക്രിയയാണ് ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി. ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് ഓക്കെ അല്ലേ? ഓക്കെ.
Then next പറയുന്നത് as we consider hospitals, a direct marketing is impossible. അല്ലെ, നമുക്ക് മറ്റൊരു സ്ഥാപനത്തെ പോലെ നമുക്കൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് നമുക്കൊരു ഹോസ്പിറ്റലിൽ സാധ്യമാണോ? ഈ ഒരു സർവീസ് നമുക്ക് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള സർവീസ് നിങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് തരാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ മേഖലയിൽ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സാധ്യമല്ല. ബിക്കോസ് ഹോസ്പിറ്റൽ ബിലോങ് ടു സർവീസ് ഇൻഡസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബീങ്സ് അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു സർവീസ് ഇൻഡസ്ട്രി ആയതുകൊണ്ടാണ് ഇവിടെ ആരെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഹ്യൂമൻ ബീങ്സിനെയാണ് അല്ലെ, മനുഷ്യരെ കൈകാര്യം ചെയ്യുന്ന ഒരു സർവീസ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് സാധ്യമല്ല. പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി അല്ലെ. സോ ദ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ ഈസ് ഡൺ indirectly by the expert of marketing department of a hospital. ഒരു ഹോസ്പിറ്റലിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എക്സ്പേർട്ടുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് ഇൻഡയറക്ട്ലി ചെയ്യാൻ പറ്റും. There are 9 marketing techniques for hospital. ഹോസ്പിറ്റലിലെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന, അതായത് അവിടുത്തെ ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് നമ്മൾ പ്രധാനമായിട്ടും കുറച്ച് കോമൺ ആയിട്ട് ചെയ്യുന്ന ടെക്നിക്കുകളാണ് താഴെ പറഞ്ഞിരിക്കുന്ന 9 എണ്ണം. അതല്ലാതെയും ഉണ്ട് കേട്ടോ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 9 എണ്ണം കൊടുത്തിരിക്കുന്നത് മാത്രം. ഇതെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് ടെക്നിക്കുകളാണ്. അത് ശരിക്കും ഒരു ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എക്സ്പേർട്ടുകൾ അല്ലെങ്കിൽ വിദഗ്ധരാണ് ഈ ഓരോ കാര്യങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ട് ആ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഇവിടെ ഓരോ ടെക്നിക്ക് വായിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് അഡ്വർട്ടോറിയൽ. ഈ ഒരു പേര് കേട്ടിട്ടുണ്ടോ? അഡ്വർട്ടോറിയൽ. ശരിക്കും അഡ്വർട്ടോറിയൽ എന്ന് പറഞ്ഞാൽ പരസ്യം ചെയ്യലാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, അപ്പൊ മിസ് കൂടുതലായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അഡ്വർട്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്യം ചെയ്യുക എന്നുള്ളത്, നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ പരസ്യം ചെയ്യുന്നത് തന്നെ. ദെൻ ജോയിനിങ് ഓഫ് എ ന്യൂ ഡോക്ടർ കണ്ടിട്ടുണ്ടോ? ഒരു പുതിയൊരു ഡോക്ടർ ജോയിൻ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ കാണാറില്ലേ? കാണാറുണ്ടോ? ഫ്ലെക്സ് ബോർഡുകൾ കാണാറുണ്ടോ? ഹോസ്പിറ്റൽ ഫ്രണ്ടിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. നോട്ടീസുകളൊക്കെ നമ്മുടെ വീടുകളിലേക്ക് വരാറുണ്ട് അല്ലെ. ദെൻ അടുത്തതാണ് VIP വിസിറ്റ്. ഒരു VIP ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ വന്നാൽ പല ഉദ്ദേശങ്ങൾ ഉണ്ടാവാം. വിസിറ്റ് ചെയ്യാൻ വന്നാൽ ഇപ്പോഴത്തെ കണ്ടീഷൻ ആണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അത് മാത്രമായിരിക്കും അല്ലെ. എവിടെ ഏതൊരു ഇത് തുറന്നു നോക്കിയാലും അവരുടെ ആ ഒരു വിസിറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. അങ്ങനെയൊരു കാര്യം. അതുപോലെ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകൾ ഹോസ്പിറ്റലുകൾ നടത്താറില്ലേ? ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകൾ, ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ അല്ലെ. അതുപോലെ തന്നെ ബ്രാൻഡിങ് ഓഫ് സ്റ്റേഷനറീസ്. ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ ചെന്നാൽ, ഇപ്പൊ ഹോസ്പിറ്റലിൽ ആവണമെന്നില്ല കേട്ടോ, ഇപ്പൊ ഹോസ്പിറ്റലുകാർ ചില കാര്യങ്ങൾ സ്പോൺസർ ചെയ്യാറൊക്കെ ഉണ്ട് അല്ലെ. ഇപ്പൊ സ്കൂളുകളിലേക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളുകളിലേക്ക് ബാഗോ അല്ലെങ്കിൽ യൂണിഫോംസോ, ഇതൊക്കെ ഇവരെന്ത് എന്താണ് സ്പോൺസർ ചെയ്താലും, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് നോക്കാം. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് അവിടുത്തെ ക്ലോക്ക് നോക്കിയാലും അതല്ലെങ്കിൽ അവരിട്ടിരിക്കുന്ന യൂണിഫോം നോക്കിയാലും എല്ലാത്തിലും ആ ഹോസ്പിറ്റലിന്റെ ബ്രാൻഡ് നെയിം ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഉപകരണങ്ങളാണ് ആ ഒരു ബ്രാഞ്ച് ഉണ്ടാവും അല്ലെ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. ദെൻ അടുത്തതാണ് മെഡിക്കൽ ക്യാമ്പുകൾ ഇല്ലേ. ഹോസ്പിറ്റലിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്, കണ്ടിട്ടില്ലേ? അത് ശരിക്കും ഒരു ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് തന്നെയാണ്. അതുപോലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് നൽകാറുണ്ട് ഇല്ലേ. ഇപ്പൊ നിങ്ങളൊക്കെ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതും ആ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ബേസ് നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് അല്ലെ. ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെയുള്ള തൊഴിൽപരമായിട്ടുള്ള പല അവസരങ്ങൾ ഹോസ്പിറ്റലുകൾ നൽകാറുണ്ട്. ദെൻ ആസ്ക് യുവർ ഡോക്ടർ, കണ്ടിട്ടുണ്ടോ ഒരു പ്രോഗ്രാം? ആസ്ക് യുവർ ഡോക്ടർ പ്രോഗ്രാം. നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചാനലുകൾ ടിവിയിലും ന്യൂസ് റേഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു പ്രോഗ്രാംസ്? അത് തന്നെ. Then an effective surgery കണ്ടിട്ടുണ്ടോ? ന്യൂസ് പേപ്പറിലൊക്കെ ഒരു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ വലിയ മേജർ സർജറികൾ അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള സർജറി ഒക്കെ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ന്യൂസ് ഒക്കെ വരാറില്ലേ? ന്യൂസ് പേപ്പറിൽ മാത്രമല്ല നമ്മുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയാസിലും വരാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഈ 9 ടെക്നിക്കുകളും അല്ലെങ്കിൽ 9 എണ്ണവും പ്രധാനപ്പെട്ട മാർക്കറ്റിംഗ് ടെക്നിക്കുകളാണ്. ഇതല്ലാതെ ഒരുപാടുണ്ട് കേട്ടോ. അതിൽ 9 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. ആ 9 എണ്ണം പഠിച്ചാൽ മതി. ആ 9 മാർക്കറ്റിംഗ് ടെക്നിക്കുകളാണ്. അത് ഓരോന്നും നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്. ഓക്കെ, അപ്പൊ അതിലെ ഫസ്റ്റ് വൺ ആണ് അഡ്വർട്ടോറിയൽ. അഡ്വർട്ടോറിയൽ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് എന്ന പേര് കേട്ടിട്ടുണ്ട് അല്ലെ. അഡ്വർട്ടോറിയൽ എല്ലാവർക്കും കേട്ടിട്ടില്ല.
അതിന് പകരം നിങ്ങൾ ആ ഒരു പിക്ചർ നോക്കിയാൽ മതി. ഇത് നിങ്ങൾ കണ്ടു കാണും അല്ലേ? ആ ഒരു പിക്ചർ കണ്ടിട്ടില്ലേ ന്യൂസ് പേപ്പറില്? ആ ഒരു പിക്ചർ നോക്കി ഇതേ പിക്ചർ ആയിരിക്കണം എന്നില്ല കേട്ടോ. ഇതേ മോഡലിലുള്ള ന്യൂസുകൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, ഇപ്പൊ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ വരുന്നുണ്ടെങ്കിലോ അതുമായി അതിന് ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഓക്കെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഇൻഫർമേഷൻസ് അത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ആയിരിക്കും ഇത് തയ്യാറാക്കുക. കണ്ടിട്ടുണ്ടോ? ആ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ പേരും ഫോട്ടോയും, അത് ഏത് ഡോക്ടറുടെ പേര്, അവർ എന്തിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണ്, ഏത് ഹോസ്പിറ്റലിലാണ് ഇപ്പൊ പ്രസന്റ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഡീറ്റെയിൽസും ഈ ഒരു ന്യൂസിന്റെ ലാസ്റ്റിൽ അല്ലെങ്കിൽ അവരുടെ പേരിന്റെ താഴെ കൊടുത്തിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ അത്? ശ്രദ്ധിച്ചിട്ടില്ലേ? ന്യൂസ് ഒക്കെ വായിക്കാറുണ്ടോ? ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കാറുണ്ടോ? നല്ല കാണുന്നുണ്ടോ കേട്ടോ? കണ്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ അവിടെ ഇങ്ങനെയുള്ള ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ ഈ ഒരു അഡ്വർടൈസ്മെന്റ് ആണെന്ന് നമുക്ക് ഇത് തോന്നുന്നുണ്ടോ? തോന്നുമോ? ഈ ഒരു ന്യൂസ് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക? നമുക്കൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ടല്ലേ തോന്നുന്നത്? ശരിയല്ലേ? ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ അത് ഡയറക്ട്ലി നമുക്ക് തോന്നിക്കരുത് അല്ലെ? ഡയറക്ട്ലി നമുക്ക് തോന്നില്ല അതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പരസ്യമാണ് എന്ന് തോന്നാത്ത വിധം നമുക്കൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അവരത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അഡ്വർട്ടോറിയൽ എന്നൊരു പേര് വന്നിരിക്കുന്നത്. ദിസ് സിസ്റ്റം ഈസ് എ കോമ്പിനേഷൻ ഓഫ് advertisement and an editorial, a new form of merging an advertisement to a short story, finally ending up with the desired result. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇത് എന്തിന്റെ കോമ്പിനേഷൻ ആണ്? ഒരു അഡ്വർടൈസ്മെന്റിന്റെയും ഒരു എഡിറ്റോറിയലിന്റെയും കോമ്പിനേഷൻ ആണ്. എഡിറ്റോറിയൽ എന്ന് പറയുന്നത് എന്താ? ലേഖനങ്ങൾ അല്ലെ? പത്രാധിപർ എഴുതുന്ന ലേഖനങ്ങളാണ് എഡിറ്റോറിയൽസ് നമ്മൾ പറയുന്നത് അല്ലെ? അങ്ങനെയുള്ള ലേഖനങ്ങളുടെയും ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഒരു പരസ്യത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും ഈ അഡ്വർട്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ആ ഒരു രണ്ടിൽ കോമ്പിനേഷൻ ഏതൊക്കെയാണെന്നിരിക്കുന്നത് അല്ലെ? And a new form of merging an advertisement to a short story. ഒരു ചെറിയ സ്റ്റോറി അല്ലെങ്കിൽ ചെറിയ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റിലേക്ക് ഒരു അഡ്വർടൈസ്മെന്റ് എന്ത് ചെയ്യുന്നു? മെർജ് ചെയ്യുന്നു അല്ലെങ്കിൽ ലയിപ്പിക്കുന്നു. And finally ending up with that desired result. അതിലൂടെ നമുക്ക് ആഗ്രഹിച്ച ഫലം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. Bring the genuine patient to our target hospital by utilizing their weak point. ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് ഇപ്പൊ ഒരു ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ വേണ്ടി മിസ് പറയുന്നതാണ്. ഒരു ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാൻസർ ടൈപ്പ് എടുത്തു, അതുമായി ബന്ധപ്പെട്ട് ഇവരെന്ത് ചെയ്യാറുണ്ട്? കുറെ സിംറ്റംസ് തരും. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇന്നതാണ്. നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലെ കുറെ ലക്ഷണങ്ങളൊക്കെ നമുക്കുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. തോന്നിയിട്ടുണ്ടോ? കുറെ ലക്ഷണങ്ങളൊക്കെ എനിക്കും ഉണ്ടല്ലോ, ഇതിന് കുറെയൊക്കെ നമുക്ക് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? ചില ഇത് വായിക്കുമ്പോ ആർക്കും ഫീൽ ചെയ്തില്ലേ? ശരിക്കും മാത്രം തോന്നിയിട്ടുള്ള എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള കുറെ സിംറ്റംസ് പറയുമ്പോ ഇതെല്ലാം നമുക്ക് ഉണ്ട പോലെ നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? അത് തന്നെയാണ് ഇവര് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിന് നമ്മുടെ വീക്ക് പോയിന്റിൽ ഉപയോഗിക്കും. നമ്മുടെ വീക്ക് പോയിന്റ് എന്താ? നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ അയ്യോ ഇതെനിക്കുണ്ടല്ലോ എന്ന് നമുക്ക് ഒരു ഫീൽ വരും, നമുക്കൊരു പേടി വരും അല്ലെ? നമ്മുടെ ഉള്ളിൽ ഒരു ഭയം വരില്ലേ? അപ്പൊ ഇതൊന്ന് പോയി ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇവര് ഈ ഒരു ലെക്ചറിന്റെ ലാസ്റ്റ് ഈ ഒരു എഡിറ്റോറിയലിന്റെ ലാസ്റ്റ് അവരെ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഫർദർ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഇത് കൺഫേം ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇതുമായിട്ട് ചികിത്സയോ കാര്യങ്ങളോ ഒക്കെ ഫലപ്രദമായിട്ട് നൽകണമെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിലെ ഇന്ന വിഭാഗത്തിലാണ് ഈ ഡോക്ടർ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോവാം എന്ന് പറയുന്ന നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ അത്? അപ്പൊ ഒരു ഭൂരിഭാഗം പേരും അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന സിംറ്റംസ് ഉണ്ട് എന്ന് തോന്നി ഭയപ്പെടുന്ന ഒട്ടുമിക്ക ആളുകളും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നല്ല ഡോക്ടർ ആയിരിക്കും, അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യാൻ പോവാൻ ശ്രമിക്കില്ലേ? ശ്രമിക്കോ? ശ്രമിക്കും അല്ലെ? അത് തന്നെയാണ് ഈ ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു അഡ്വർട്ടോറിയലിന്റെ പ്രധാന ലക്ഷ്യം. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? നമ്മുടെ വീക്ക് പോയിന്റ് ഉപയോഗിക്കും. നമ്മുടെ വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം നമ്മൾ ഭയങ്കര ശ്രദ്ധിക്കുന്ന ആളുകളായിരിക്കും അല്ലെ? അപ്പൊ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു രോഗമുണ്ടോ എന്നൊരു സംശയം നമ്മളിൽ ഉടലെടുക്കും.
പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു സംശയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സംശയം അല്ലെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട്, ആ ഭയം മാറ്റാൻ വേണ്ടി നമ്മൾ എന്തായാലും പോയി എന്ത് ചെയ്യും, ഏതെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അവരുടെ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും അല്ലെങ്കിൽ പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്യും. ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരു തോന്നൽ വരുത്തിക്കാനും കൂടിയാണ് ഈ ഒരു ട്യൂട്ടോറിയൽ സഹായിക്കുന്നത്. അപ്പൊ അതിലൂടെ നമ്മുടെ വീക്ക് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ആ ടാർഗറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ, ആ ഏത് ഡോക്ടർ ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് അവർ നിർദ്ദേശിക്കുക. അങ്ങനെ ആ ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് ജെനുവിൻ ആയിട്ടുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് അവർ മറ്റു രീതിയിലുള്ള മാർക്കറ്റിംഗ് ചെയ്യുന്നില്ലെങ്കിലും ഇതുവഴി ഒരുപാട് പേഷ്യൻസിനെ അവരുടെ സ്ഥാപനത്തിലേക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അത് അഡ്വർട്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. അഡ്വർടൈസ്മെന്റിന്റെയും എഡിറ്റോറിയലിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് അഡ്വർട്ടോറിയൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഷോർട്ട് സ്റ്റോറി, അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ പരസ്യം എന്ത് ചെയ്യുന്നു, ഒരു ഷോർട്ട് സ്റ്റോറി അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിനെന്ത് ചെയ്യുന്നു, നമ്മുടെ ടാർഗറ്റഡ് കൺസ്യൂമേഴ്സിനെ നിന്നും കൃത്യമായിട്ട് അവരുടെ വീക്ക് പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ടാർഗറ്റ് ഹോസ്പിറ്റലിലേക്ക് അവരെ എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി അഡ്വർട്ടോറിയൽ. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാണ്. ജോയിനിങ് ഓഫ് എ ന്യൂ ഡോക്ടർ. ഒരു പുതിയ ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നു. നമ്മൾ കാണാറുണ്ട് അല്ലെ. ജോയിനിങ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് മെഡിക്കൽ പ്രൊഫഷണൽസ് ഇൻ എനി ഡിസിപ്ലിൻ ക്യാൻ ബി ഹൈലൈറ്റഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഓർ സ്പെഷ്യാലിറ്റി. അപ്പൊ ഏതൊരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണല് പുതിയതായിട്ടൊരു ഹോസ്പിറ്റലിലേക്ക് ഏത് വിഭാഗത്തിലുള്ളതും ആയിക്കോട്ടെ, ഏത് സ്പെഷ്യാലിറ്റി ആണെന്ന് നോക്കാറില്ല, അവരുടെ ക്വാളിഫിക്കേഷൻ എത്രത്തോളം ഉണ്ടെന്നൊന്നും നമ്മൾ മാനിക്കാതെ പുതിയതായിട്ടൊരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിലേക്ക് ജോയിൻ ചെയ്താൽ അവരെ അത് എന്ത് ചെയ്യുന്നു, ഹൈലൈറ്റ് ചെയ്ത് ഒരു പ്രമുഖമാക്കി കാട്ടുക എന്നത് ഒരു തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് ആണ്. ഇറ്റ് മേ ബി ഇൻ ഫോം ഓഫ് ആൻ അഡ്വർടൈസ്മെന്റ് മെൻഷനിങ് ദാറ്റ് ദേ ആർ ഹൈലി ക്വാളിഫൈഡ് അല്ലെ. എപ്പോഴും നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് രൂപേണയാണ് നമുക്കൊന്നും ചിലപ്പോൾ നോട്ടീസുകൾ പോലെയുള്ളത് വീട്ടിലേക്ക് വരാറുണ്ട്. അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഫ്രണ്ടിലൊക്കെ ആയിട്ട് വലിയ ഫ്ലെക്സ് ബോർഡുകൾ കാണാറുണ്ട് അല്ലെ. പുതിയതായിട്ട് ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇന്ന ദിവസം മുതൽ പുതിയ ഡോക്ടർ ചാർജ് എടുത്തിരിക്കുന്നു, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെയാണ് അദ്ദേഹത്തിന്റെ കൺസൾട്ടേഷൻ ടൈം എന്ന് പറഞ്ഞിട്ട് കാണാറില്ലേ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ ഹൈലി ക്വാളിഫൈഡ് ആണ് ആ വ്യക്തി എന്ന രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ശരിയല്ലേ? അവരുടെ എല്ലാ ക്വാളിഫിക്കേഷൻസും അതിൽ പറഞ്ഞിട്ടുണ്ടാവില്ലേ. ഏത് മേഖലയിൽ സ്പെഷ്യലൈസ്ഡ് ഉണ്ട്, ഏതൊക്കെ ഡിപ്ലോമാസ് ഉണ്ട്, ഏതൊക്കെ മാസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാ ക്വാളിഫിക്കേഷൻസും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ അത് ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നൊക്കെ നമുക്ക് തോന്നുകയും അതുവഴി നമ്മൾ ആ ഒരു പുതിയ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് ആ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പരസ്യം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ചെല്ലാനും സാധിക്കും. അതാണ് അവരുടെ രണ്ടാമത്തെ മാർക്കറ്റിംഗ് ടെക്നിക്. വേഗം ഒന്ന് വായിച്ചു നോക്കി. ജോയിനിങ് ഓഫ് എ ന്യൂ ഡോക്ടർ. ഓക്കെ, തേർഡ് വണ്ണിലേക്ക് പോവാണ്. നെക്സ്റ്റ് വണ്ണാണ് VIP വിസിറ്റ്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. എന്താണ് എനി ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് പ്രൊഫഷനിലും ആയിക്കോട്ടെ, ഏത് മേഖലയിലുള്ളതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ അവർ ഹൈലി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവരെ. അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
നെക്സ്റ്റ് വൺ ആണ് VIP വിസിറ്റ്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, VIP ഹോസ്പിറ്റലുകളിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒരു കാഷ്വൽ ആയിട്ടുള്ള വിസിറ്റ് ആവാം, അല്ല എങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി അവർ വരുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ബിൽഡിംഗ് ഒക്കെ അവർ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് അല്ലെ, ഉദ്ഘാടനത്തിനായിട്ട് വരുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലാഗ് ഓഫ് സെറമണിയുടെ ഭാഗമായിട്ടൊക്കെ വരുന്നതാവാം. അപ്പൊ അങ്ങനെ we can follow the practice of inviting VIPs, especially celebrities, to our hospital, maybe for a casual visit, a complete health checkup, or an inauguration or flag off ceremony. ഇപ്പൊ ഏതൊരു ഫംഗ്ഷന് വേണ്ടിയിട്ടായിക്കോട്ടെ, ഒരു കാഷ്വൽ വിസിറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ട് അവർ വരുന്നതാവാം, അല്ലെങ്കിൽ ഒരു ഇനാഗുറേഷന് വേണ്ടി വരുന്നതാവാം, അല്ലെങ്കിൽ ഒരു ഫ്ലാഗ് ഓഫ് സെറമണിക്ക് വേണ്ടിയിട്ട് വരുന്നതാവാം. അപ്പൊ അങ്ങനെ ഏതൊരു പ്രവർത്തനം, ഏതൊരു പരിപാടിയുമായിട്ട് അവർ വന്നാൽ പോലും പ്രത്യേകിച്ച് VIPs, വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ് അല്ലെ, സെലിബ്രിറ്റീസ് പോലെയുള്ള ആളുകളാണെങ്കിൽ അതെന്ത് ചെയ്യും, അത് വൈറൽ ആവും അല്ലെ. ഇപ്പൊ നമ്മൾ പറയുന്ന ടേമാണ് അല്ലെ, വൈറൽ ആവും അല്ലെ. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ആയിക്കോട്ടെ, ന്യൂസ് പേപ്പറുകളിലൂടെ ആയിക്കോട്ടെ, മറ്റേതൊരു മീഡിയയിലൂടെയും ഇത് ഒരുപാട് ആളുകളിലേക്ക് പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ ഇത് പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട് ഇല്ലേ. അത് ആ ഹോസ്പിറ്റലിന്റെ പേര് ഒരുപാട് ആളുകൾ അറിയാൻ വേണ്ടി സഹായിക്കുന്നില്ലേ? സഹായിക്കുന്നില്ലേ? ഉണ്ടോ? ഉണ്ട് അല്ലെ. അതാണ് അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? VIP വിസിറ്റ് വേഗം ഒന്ന് വായിച്ചേ. VIP വിസിറ്റ് ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം. അപ്പൊ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം എന്താണ്? ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ടോ? അവയർനെസ് പ്രോഗ്രാമുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട് അല്ലെ. അവിടെ ശരിക്കും എന്താണ്, ഒരു ഹോസ്പിറ്റലുകാരെ മുൻകൈ എടുത്തുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും എന്താണ് പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളുമായിട്ടൊക്കെ എന്താണ് സഹകരിച്ചുകൊണ്ടാണ് അവരത് ചെയ്യാറ് അല്ലെ. ഓരോ ആരെങ്കിലോട്ടൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളോടൊക്കെ സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ നടത്തുക അല്ലെ. ഈ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കും, ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം, അതുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇപ്പൊ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു രോഗമാണെങ്കിൽ അതിന്റെ ലക്ഷണങ്ങള്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും, അത് എത്ര ദിവസത്തേക്ക് ആ ഒരു നീണ്ടു നിൽക്കും, അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സുകൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം. അതുപോലെ എത്ര ദിവസം ഈ ഒരു രോഗം വന്നാൽ എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് ഒരു ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകൾ ഹോസ്പിറ്റലുകാര് നൽകാറുണ്ട്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് തന്നെയാണ്. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള പബ്ലിക്കിന് നല്ല രീതിയിലുള്ള അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം കൊടുക്കുക എന്നത് നല്ലൊരു ലക്ഷ്യമാണ്. എന്നാൽ പോലും അതിന് പിന്നിൽ എന്താണ്, അവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ പറയും ഇതുപോലെ തന്നെ അഡ്വർട്ടോറിയൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വന്നാൽ നിങ്ങൾക്ക് നമ്മുടെ ഹോസ്പിറ്റലിനെ സമീപിക്കാവുന്നതാണ്. അവിടെ ഇത്ര ശതമാനം ഇതാണ് ട്രീറ്റ്മെന്റുകൾക്കും ഇത്ര ശതമാനം, അതുപോലെ ലാബ് ടെസ്റ്റുകൾക്കും ഇത്ര ശതമാനം കൊടുക്കാറില്ലേ ഹോസ്പിറ്റലുകാര്? ഇത്ര ശതമാനം ഡിസ്കൗണ്ടുകളൊക്കെ കൊടുക്കാറില്ലേ? കണ്ടിട്ടുണ്ടോ? ലാബ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പരിശോധനകൾക്കൊക്കെ നമ്മൾ ഇത്ര % റിഡക്ഷൻസ് കൊടുക്കാറുണ്ട്. അവര് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? അതുപോലെ പാക്കേജുകളാണ്. ഫുൾ ബോഡി ചെക്കപ്പിനുള്ള പാക്കേജുകളായിട്ട് ഇത്ര രൂപ അല്ലെ. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പൈസയാവും. പക്ഷെ ആ ഒരു എന്താണ് ഒരു കോംബോ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഒരു കോംബോ പോലെയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അവർ തരുമ്പോൾ അത്രയും അധികം റേറ്റ് ആവില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ഈ ഒരു അവയർനെസ് പ്രോഗ്രാമിന്റെ അവസാനം അവരെന്ത് പറയും, ഈ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് നല്ല സർവീസുകൾ തരാൻ തയ്യാറാണ്. അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെയുള്ള എന്താണ് അധികം ഉപയോഗം നിങ്ങൾക്ക് ആവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ശരിക്കും ഒരു ക്യാൻവാസിംഗ് പോലെ ചെയ്യും.
Okay, awareness is one of the important aspects as far as layman is concerned. ഒരു സാധാരണക്കാരനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്ന് തന്നെയാണ്. ആ ലാക്ക് ഓഫ് അവയർനെസ് ക്യാൻ റിസൾട്ട് ഇൻ ഡേഞ്ചറസ് സിറ്റുവേഷൻസ്. ഇവിടെ ഒരു അവയർനെസ് ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു അവബോധമില്ലായ്മ എന്ന് പറയുന്നത് എന്തിലേക്ക് നയിച്ചേക്കാം? പലതരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സാഹചര്യങ്ങളിലേക്ക് നയിച്ചേക്കാം. And half awareness is more dangerous than lack of awareness. യാതൊരു രീതിയിലും ഒരു അവയർനെസ് ഇല്ലായ്മയേക്കാൾ അപകടകരമാണ് ഹാഫ് അവയർനെസ്, അല്ലെ? എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു അറിവോ അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. ആ കുറച്ച് കാര്യങ്ങൾ വെച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് ഒന്നുമില്ലായ്മയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും അപകടം എന്ന് പറയുന്നത്. So by giving health awareness to people, the hospital always tries to earn their support and goodwill. ഇപ്പൊ എപ്പോഴും ഒരു നല്ല ഹെൽത്ത് അവയർനെസ് അവിടെ ഉള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കുക, അതിലൂടെ ആ ഹോസ്പിറ്റൽ എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്? ട്രൈസ് ടു earn their support and ആ ആളുകളിൽ നിന്ന് ആ ഒരു സ്ഥാപനത്തോടുള്ള ഒരു സപ്പോർട്ട്, അല്ലെ? ഒരു പിന്തുണ, അതുപോലെ തന്നെ ഒരു ഗുഡ്വിൽ അല്ലെങ്കിൽ ആ ആളുകൾക്കിടയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ജനപ്രീതി ഒക്കെ നേടുക അല്ലെങ്കിൽ നേടിയെടുക്കുക എന്നതാണ് ആ ഒരു ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ അങ്ങനെ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ ആളുകളെയും കയ്യിലെടുക്കാനും അതിലൂടെ ആ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വിശ്വാസം വർദ്ധിപ്പിക്കുക, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഒരു ട്രസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു അവയർനെസ് ക്യാമ്പുകളിൽ ഒക്കെ പങ്കെടുത്ത ആളുകൾ എന്ത് ചെയ്യുന്നു? അവർക്ക് ആ ഒരു സ്ഥാപനത്തോട് വിശ്വാസം വന്നു. അപ്പൊ നമ്മൾ ചെന്നാലും നമുക്ക് അതുപോലെ നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ തരുമായിരിക്കും എന്നൊരു ചിന്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിലും ആ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും പിന്നീടുള്ള ഓരോ കാര്യങ്ങളിലും ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെ? ആദ്യത്തെ പ്രാവശ്യം പോവും, അതിനുശേഷം ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചായിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ. നന്നായിട്ട് ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ആ ഹോസ്പിറ്റലിൽ തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യത്തിലും ആ സ്ഥാപനത്തിൽ തന്നെയായിരിക്കും അവർ ഡിപ്പെൻഡ് ചെയ്യുക. ഒരു അവയർനെസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശങ്ങളിൽ ഒന്നാണ്. ഇനി ഒരിക്കലും ഒരു അവയർനെസ് ഇല്ലായ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം ഇല്ലായ്മ എന്ന് പറയുന്നത് വളരെ പലതരത്തിലുള്ള ഡേഞ്ചറസ് സിറ്റുവേഷൻസിലേക്കും നയിച്ചേക്കാം. എന്നാൽ ലാക്ക് ഓഫ് അവയർനെസ്സിനേക്കാൾ ഡേഞ്ചർ ആണ് ഹാഫ് അവയർനെസ്. പൂർണ്ണമായിട്ടൊരു അറിവില്ല, എന്നാൽ പകുതി കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അത് ഏറ്റവും വലിയ മറ്റതിനേക്കാൾ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ ഉള്ള കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ വ്യക്തികൾക്കും നല്ലൊരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം ഓരോ കാര്യത്തെ കുറിച്ച് നൽകുക എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകൾക്ക് നൽകുന്ന ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പ്രക്രിയ ആയതുകൊണ്ട് തന്നെ അതിലൂടെ ആ ഹോസ്പിറ്റൽ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ആളുകളിൽ നിന്നൊരു സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ ആ ഒരു സ്ഥാപനത്തിന് കിട്ടണം. അതുപോലെ ആളുകൾക്കിടയിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കണം. ഇതാണ് പ്രധാനമായിട്ടും അവർ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ. നമ്മൾ കണ്ടു കാണും ഒരു ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകൾ. ഇപ്പൊ നമ്മൾ ഓൾറെഡി മെഡിക്കൽ ക്യാമ്പുകളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമുകളുടെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരുപാട് ആളുകളിലേക്ക് ആ ഒരു സ്ഥാപനത്തെ അറിയിക്കുക എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ അതിന് ചിലപ്പോ ചില ആളുകൾക്ക് അതിനെ ഈ സ്ഥാപനത്തെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ സർവീസുകളെ കുറിച്ച് ചിലപ്പോൾ അറിവുണ്ടാവില്ല, ഇല്ലേ? നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലാണെങ്കിലും ചില സർവീസുകളെ കുറിച്ച് നമുക്ക് വലിയ വിവരങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് ആണ് ഈ ഒരു അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുക. അപ്പൊ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സർവീസുകളൊക്കെ ഉണ്ടായിരുന്നോ, അങ്ങനെ ആളുകൾക്കിടയിൽ അവരുടെ പേരും അവരുടെ സർവീസുകളും നമുക്ക് വ്യാപിപ്പിക്കാനും അതിലൂടെ ആ സർവീസുകൾക്ക് ലക്ഷ്യമാക്കിയിട്ട് ഒരുപാട് പേര് ആ സ്ഥാപനത്തിലേക്ക് വരുത്താനും ഈ ഒരു അവയർനെസ് പ്രോഗ്രാം വഴി സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി.
ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ബ്രാൻഡിങ് ഓഫ് സ്റ്റേഷനറീസ്. ബ്രാൻഡിങ് ഓഫ് സ്റ്റേഷനറീസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. ഇവിടെ തന്നെ നിങ്ങൾ ആ ഒരു പിക്ചർ നോക്കിയാൽ കാണാൻ പറ്റും. ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ പിക്ചർ നോക്കിയാൽ കാണാൻ പറ്റും. ആ ഹോസ്പിറ്റലിൽ തന്നെ എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളിലും അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന എന്തൊരു സാധനമായിക്കോട്ടെ നോക്കിയ ബ്രാൻഡിങ് ഓഫ് സ്കൂൾ ആൻഡ് ഓഫീസ് സ്റ്റേഷനറീസ് ഹാസ് ബീൻ പ്രൊവൈഡ് ആസ് എ എഫക്റ്റീവ് ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിലെ കാര്യം ചില കാര്യങ്ങൾ സ്പോൺസർ ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെ സ്പോൺസർ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനുള്ളതായിട്ടുള്ള എന്തൊരു കാര്യത്തിലും അവരുടെ പേരുകളുണ്ടാവും. അവിടുത്തെ ഇപ്പൊ ആ ഒരു പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോസ്പിറ്റലിലെ ക്ലോക്കുകളിൽ ആ പേരുകൾ ഉണ്ടാവും. അതുപോലെ അവർ ഉപയോഗിക്കുന്ന യൂണിഫോംസില് അവർ ഉപയോഗിക്കുന്ന സ്റ്റേഷനറീസ് അല്ലെ, പേന, പെൻസില് അങ്ങനെയുള്ള കാര്യങ്ങളില്, കപ്പുകളില്, അതുപോലെ അവർ ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പ് അങ്ങനെയുള്ള എക്യുപ്മെന്റുകളില്, അവരുടെ എന്താണ് സിസ്റ്റം മോണിറ്റേഴ്സുമായി ബന്ധപ്പെട്ട ബാക്ക് സൈഡില്, അങ്ങനെ എവിടെ നോക്കിയാലും ആ ഒരു സ്ഥാപനത്തിന്റെ പേര് എപ്പോഴും ആളുകളുടെ മൈൻഡിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്തുണ്ടാവും, ആ ഒരു ബ്രാഞ്ച് നെയിം അവര് കൊടുത്തിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടില്ലേന്ന്? ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അവരുടെ യൂണിഫോം കാണുമ്പോൾ തന്നെ നമുക്ക് എംബ്ലോക്ക് ഉണ്ടാവും അല്ലെ. ആ യൂണിഫോം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഇന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലേ, മനസ്സിലാവുമല്ലോ. അപ്പൊ അതുപോലെ ഇപ്പൊ നഴ്സസ് ആയിക്കോട്ടെ മറ്റേതൊരു സ്റ്റാഫ് ആണെങ്കിലും എല്ലാ സ്റ്റാഫുകളും അത് നിർബന്ധമായിട്ട് അവരുടെ ബ്രാൻഡ് നെയിം എന്ത് ചെയ്യാറുണ്ട്. അവരുടെ യൂണിഫോമുകളിലായിക്കോട്ടെ അവർ ഉപയോഗിക്കുന്ന എന്തൊരു ചെറിയ കാര്യങ്ങളിൽ വരെയും ആ ഒരു ബ്രാൻഡ് നെയിം അവരെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ അവർ സ്പോൺസർ ചെയ്യുന്നതാണെങ്കിൽ പോലും നിങ്ങൾ കണ്ടു കാണും, നമ്മൾ എന്തൊരു സ്പോൺസർഷിപ്പ് വന്നാലും അതിന്റെ മുകളിൽ അവരുടെ പേരുണ്ടാവും അല്ലേ. ഇല്ലേ, എന്തെങ്കിലും സ്പോൺസർ ചെയ്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണെങ്കിൽ അതിന്റെ മുകളിൽ അവർ ആരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്ന പേരുണ്ടാവില്ലേ? ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് അങ്ങനെ നമ്മൾ ബ്രാൻഡ് നെയിം കൊടുക്കുമ്പോ അതിലൂടെ ഒരുപാടാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിലൊക്കെ പോയി എക്സ്റേയോ സ്കാനിങ്ങോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, റിപ്പോർട്ടുകളൊക്കെ തരാറുണ്ട് അല്ലെ. തരാറില്ലേ? എക്സ്റേയുടെ ഒക്കെ ആണെങ്കിൽ വലിയ റിപ്പോർട്ട് ആയിരിക്കും അല്ലെ. ആ റിപ്പോർട്ടുകളൊക്കെ നമുക്കൊരു എന്താണ് ഒരു കിറ്റിലിട്ടല്ലേ തരുന്നത്, അവരുടേതായിട്ടുള്ള ഒരു കവറിലിട്ടല്ലേ തരുന്നത്. ആ ഒരു കവറിന്റെ പുറത്തും ഉണ്ടാവും അല്ലെ ആ ഹോസ്പിറ്റലിന്റെ പേര്, അവർ കൊടുക്കുന്ന എല്ലാ സർവീസുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അവരുടെ ആ ഒരു സർവീസ് മാത്രമല്ല അവിടെ എഴുതിയിട്ടുണ്ടാവുക, അവരുടെ എല്ലാ സർവീസുകളും എഴുതിയിട്ടുണ്ടാവും അല്ലെ. ഏതൊക്കെ സർവീസുകൾ അവർ കൊടുക്കുന്നു, അവരുടെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ്, ഇനി വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അവരുടെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് ഇല്ലേ. അങ്ങനെ ഒരുപാട്. അപ്പൊ ഈ പോകുന്ന വഴിക്ക് ആളുകൾ കാണുകയാണെങ്കിൽ അതും ഒരു ബ്രാൻഡിങ് അല്ലെങ്കിൽ പ്രൊമോഷൻ ആയിക്കോട്ടെ എന്ന രീതിയിലാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും പോകുന്നത്. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്തൊരു കാര്യം വന്നാലും അതിൽ അവരുടെ ബ്രാൻഡ് നെയിം നിർബന്ധമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ബ്രാൻഡിങ് സ്റ്റേഷനറീസ്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് മെഡിക്കൽ ക്യാമ്പ്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പങ്കെടുത്തിട്ടുണ്ടാവും അല്ലെ. ഏത് മെഡിക്കൽ ക്യാമ്പിലൊക്കെയാ പങ്കെടുത്തിട്ടുള്ളേ? ഏതൊക്കെ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്? ഒന്നിൽ പങ്കെടുക്കാത്ത ആളുകളാണോ? ഒരു മെഡിക്കൽ ക്യാമ്പിലും പോയിട്ടില്ല? ഏതൊക്കെ കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ളത് ഏതൊക്കെയാണ്? കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്നത് ഏതൊക്കെ മെഡിക്കൽ ക്യാമ്പുകളാണ്? ഐ ക്യാമ്പുകൾ കണ്ടിട്ടുണ്ട്,
അല്ലെ? ബ്ലഡ് ചെക്കപ്പ് ചെയ്യാറുണ്ട്, ശരിയാണ്, ഇതിലൊക്കെ പോയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഡയബറ്റിക് ക്യാമ്പുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ. എല്ലാം മിക്ക ക്യാൻസർ ക്യാമ്പുകളുണ്ട്. അപ്പൊ ഇത് ഇഷ്ടംപോലെ ക്യാമ്പുകള് നമ്മുടെ ഹോസ്പിറ്റലുകാര് ഓരോരോ കാലത്തിന് ഓരോരോ സമയത്തിനനുസരിച്ച് അവരെന്ത് ചെയ്യും, അപ്പോ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക് ഏതാണോ അതെടുത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട് മെഡിക്കൽ. എപ്പോഴും മിക്കപ്പോഴും നമ്മുടെ ഇതുപോലെ ഡെന്റൽ ക്യാമ്പുകള്, ഐ ക്യാമ്പുകളൊക്കെ കൂടുതലും കാണാറ് അല്ലെ? അപ്പൊ അതിലൂടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഡയബറ്റിക് ക്യാമ്പുകള്, ക്യാൻസർ ക്യാമ്പുകളൊക്കെ കാണാറുണ്ട്. ഇവിടെ ഈ ഒരു മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുമ്പോ അതിലൊരു പ്രത്യേകത എന്താ? കാർഡിയാക് ഡിറ്റക്ഷൻ ക്യാമ്പുകൾ കാണാറുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? അവിടെ എന്തായിരിക്കും, ഇപ്പൊ ഒരു ഐ ക്യാമ്പാണ് അല്ലെങ്കിൽ ഒരു ഡെന്റൽ ക്യാമ്പ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും വരിക അല്ലെ? ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക് ഏതാണോ അതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് ആണ് വരിക അല്ലെ? അതുണ്ടാവും. ഹോസ്പിറ്റൽ നെയിം ഉണ്ടാവും. അവർ ആ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്ന ഹോസ്പിറ്റൽസ് ഏതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ഓൾറെഡി നോട്ടീസും കാര്യങ്ങളും ഒക്കെ വിടും ഇല്ലേ? അതേതെങ്കിലും ഗ്രൂപ്പുകളുമായിട്ട് സഹകരിച്ചായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡോക്ടേഴ്സിന്റെ നെയിമുകളോ പ്രധാനമായിട്ടും അത് കണ്ടക്ട് ചെയ്യുന്ന ഡോക്ടറുടെ പേരും അവരുടെ അസിസ്റ്റൻസും ഉണ്ടാവും അല്ലെ? ഒരു ഡോക്ടർ മാത്രമല്ല, അവർക്ക് കുറച്ചധികം ഡോക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ അവരൊക്കെ പ്രധാനമായിട്ട് ഇപ്പൊ ഒരു ഐ ക്യാമ്പിലൊക്കെ പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അറിയാൻ പറ്റും. ടെസ്റ്റ് നടത്തിയിട്ട് അവർ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറയും അല്ലെ? ഇപ്പൊ ഐ ക്യാമ്പിന് പോയി കഴിയുമ്പോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ ഒരു ഐ ക്യാമ്പ് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പോയി കഴിഞ്ഞാല് അവര് വരുന്നതിൽ ഇപ്പൊ ഒരു 100 പേര് വരാണെങ്കിൽ അവരെന്ത് ചെയ്യും, അതില് ഭൂരിഭാഗം പേരെയും അവർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യില്ലേ? ചെയ്യോ? ചെയ്യും അല്ലെ? ചിലപ്പോ ആ വ്യക്തിക്ക് പുറത്തു പോയി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും കൂടി പരിശോധനകൾ നടത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവരെന്ത് ചെയ്യാറുണ്ട്, ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനായിട്ട് ആ പേഷ്യൻസിന് റെഫർ ചെയ്യാറുണ്ട് അല്ലെ? അതുപോലെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലെ? നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇന്ന ദിവസം തന്നെ ചെല്ലണം, അല്ലെങ്കിൽ ഇന്ന 2 ദിവസമൊക്കെ പറയും അല്ലെ? ആ ദിവസത്തിനുള്ളിൽ ചെല്ലണം എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ ഇപ്പോഴേ വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് പോവാം എന്നൊക്കെ പറയും അല്ലെ? അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുക എന്ന് പറയുന്നത്? ശരിക്കും അവർക്ക് പേഷ്യൻസിനെ കിട്ടുക എന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അതായത് ഇവിടെ ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ശരിക്കും നമ്മളൊരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സിന് ടാർഗറ്റ് ഉണ്ട്. കേട്ടിട്ടുണ്ടോ അത്? ഡോക്ടേഴ്സിന് ഇത്ര % ഓഫ് രോഗികളെ ഇൻപേഷ്യന്റ് ആക്കണമെന്ന് ടാർഗറ്റ് ഉണ്ട്. നമുക്കറിയില്ലായിരിക്കും, പക്ഷെ പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഇല്ലേ? അപ്പൊ അങ്ങനെ ചെല്ലുമ്പോ ഇപ്പൊ കുറെ പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഹോസ്പിറ്റലിൽ പോയി എല്ലാവരും അഡ്മിറ്റ് ആക്കും ഇല്ലേ? പറയാറില്ലേ? ചെറിയ വിഷയങ്ങൾ പോയാലും ഒരു ദിവസമെങ്കിലും അവിടെ കിടത്താണ്ട് അവർ വീട്ടില്ല നമ്മൾ പറയാറുണ്ട് അല്ലെ? ചില ഹോസ്പിറ്റലിനെ കുറിച്ച് അല്ലെങ്കിൽ ചില ഡോക്ടേഴ്സിനെ കുറിച്ച് പറയാറില്ലേ? അപ്പൊ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ടാർഗറ്റുകളുണ്ട്. അപ്പൊ അവരോട് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പറയുന്ന കാര്യമാണ്, വരുന്ന ഇൻപേഷ്യൻസിൽ നിന്ന് ഒരു പറയുന്നത്, അതായത് തീരെ വയ്യായ്ക ഉള്ള ആളുകൾ, അതായത് ഒരുപാട് കുഴപ്പമൊന്നുമില്ല, അധികം വലിയ കുഴപ്പമില്ലാത്ത ആളുകളെ പിടിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലെ? എന്നാൽ ചെറിയ രീതിയിൽ വില പരിശോധനകളോ കാര്യങ്ങളോ ഒക്കെ നടത്തേണ്ടി വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അഡ്മിറ്റ് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ അവരെ ഇൻപേഷ്യന്റ് ആക്കണമെന്ന് അവർക്ക് ടാർഗറ്റ് കൊടുക്കാറുണ്ട്. അപ്പോ ആ പേഷ്യൻസ് ഒരുപാട് വരുന്നില്ല, ആ ഒരു ഹോസ്പിറ്റൽ ഒരുപാട് പേഷ്യൻസ് വരികയാണെങ്കിൽ ഡോക്ടേഴ്സിന് എളുപ്പമാണ് അല്ലേ? ഒരുപാട് പേഷ്യൻസ് വന്നാല് അതിൽ ഓൾമോസ്റ്റ് കുറെ ആളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അഡ്മിറ്റ് ആക്കാൻ ഡോക്ടേഴ്സിന് വലിയ പാടൊന്നുമില്ല. എന്നാൽ അവരുടെ ഒരു ആവറേജ് ലെവലിലുള്ള പേഷ്യൻസ് ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുന്നില്ല. അപ്പൊ ആ വന്നതിൽ നിന്നും നമുക്ക് എല്ലാവരെയും പിടിച്ച് അഡ്മിറ്റ് ആക്കാൻ ഒരു ഡോക്ടർക്ക് പറ്റുമോ? പറ്റില്ല അല്ലെ? അപ്പൊ ആ സമയങ്ങളില് കാരണം എന്താ, ഹോസ്പിറ്റലിൽ പേഷ്യൻസിന്റെ എണ്ണം കുറഞ്ഞു തുടങ്ങി എന്ന് അവരുടെ മാനേജ്മെന്റിന് മനസ്സിലാവുകയും അവർ ആ സമയത്ത് എടുക്കുന്ന ഒരു ടെക്നിക്കാണ് മെഡിക്കൽ ക്യാമ്പ്. അപ്പൊ ആ ഒരു മെഡിക്കൽ ക്യാമ്പ് ആ ഒരു പർട്ടിക്കുലർ ഡിസീസുമായി ബന്ധപ്പെട്ട് ഏത് വിഭാഗത്തിലാണോ അവർക്ക് കുറവുള്ള പേഷ്യൻസ് കുറവുള്ളത് ആ വിഭാഗത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തും. അങ്ങനെ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുമ്പോൾ ഡോക്ടേഴ്സ്, അവിടെയുള്ള ഡോക്ടേഴ്സ് ഒക്കെ തന്നെയായിരിക്കും നമ്മൾ കാണാൻ വരിക. അവർ പരിശോധനകൾ നടത്തിയിട്ട് പറയാം ഇന്നിന്റെ ചെറിയ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, നമുക്ക് ഇവിടുത്തെ പരിശോധനയിൽ എന്താണ് നിർണ്ണയിക്കാനൊന്നും പറ്റില്ല, അപ്പൊ അതിന് പകരം എന്ത് ചെയ്യാം, നമുക്കിപ്പോ പല്ലുമായി ബന്ധപ്പെട്ട ഡെന്റൽ ക്യാമ്പൊക്കെയാണെങ്കിൽ എപ്പോഴും മിക്ക ആളുകളെയും കൊണ്ടുപോകും. കാരണം ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും എന്തെങ്കിലും രീതിയിൽ ചെറിയ രീതിയിലെങ്കിലും
എന്താണ് പല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും? അവരെല്ലാവരെയും അങ്ങോട്ട് റെഫർ ചെയ്യും. അപ്പൊ ഇന്ന ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വന്നാല് ക്യാമ്പിലുള്ളവർക്ക് പ്രത്യേകമായിട്ട് അന്നത്തെ ദിവസം എന്ത് ചെയ്യാം? ബുക്ക് ചെയ്ത് നമ്മുടെ ട്രീറ്റ്മെന്റുകൾ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഫർദർ ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ്. അപ്പൊ അവർ ക്യാൻവാസ് ചെയ്യും. അങ്ങനെ ക്യാൻവാസ് ചെയ്ത് ഒരുപാട് പേര് അവിടെ എത്തിച്ചേരും ഇല്ലേ? നമ്മുടെ ഇതിന്റെ 1/4 ആളുകളും എന്ത് ചെയ്യാറുണ്ട്? അങ്ങനെ പറയുമ്പോ നമുക്ക് റെഫർ ചെയ്ത് തന്നിരിക്കുന്നത് കൊണ്ട് പൈസ ഇളവൊക്കെ ഉണ്ടാവുന്നൊക്കെ അവർ പറയും. അപ്പൊ അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ സാധാരണക്കാരാണ് ഈ ഒരു ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവര് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആ ഒരു സ്ഥാപനത്തിലേക്ക് അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോയില്ലേ? അപ്പൊ അവർക്ക് ഇഷ്ടം പോലെ പേഷ്യൻസിനെ കിട്ടിയില്ലേ ആ ഹോസ്പിറ്റലുകാർക്ക്? അതിന് ആവശ്യമുള്ള ആളുകളെ ഇച്ചിരി അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നോക്കി അവരെന്ത് ചെയ്യും? അഡ്മിറ്റ് ആക്കുന്നതാണെങ്കിൽ അഡ്മിറ്റ് ആക്കും, മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ വേണ്ടതാണെങ്കിൽ അങ്ങനെയും മുന്നോട്ട് പോകും. ക്ലിയർ ആണോ? അപ്പൊ നോക്കിയേ, മെഡിക്കൽ ക്യാമ്പിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് കേട്ടാ. ദ പൾസ് ഓഫ് ദ ഹോസ്പിറ്റൽ ഈസ് ദെയർ OP. ഒരു ഹോസ്പിറ്റലിന്റെ പൾസ് എന്ന് പറയുന്നത് അവരുടെ ഔട്ട് പേഷ്യൻസ് ആണ്. And outpatient എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേഷ്യൻസ് വിസിറ്റിംഗ് ദ ഹോസ്പിറ്റൽ ഓൺ എ ഡെയിലി ആവറേജ്. അപ്പൊ ഒരു ഡെയിലി ആവറേജ് അല്ലെങ്കിൽ പ്രതിദിനം ഒരു ശരാശരി ഔട്ട് പേഷ്യൻസ് ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുക എന്നതാണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ പൾസ് എന്ന് പറയുന്നത്. And if OP is less normally, which can urge the doctor to convert to IP. അപ്പൊ നമ്മുടെ ആ ഒരു വരുന്ന ഔട്ട് പേഷ്യൻസ് ഒരു സാധാരണയിൽ കുറവാണ്. അങ്ങനെ സാധാരണയിൽ കുറവാണ് ഔട്ട് പേഷ്യൻസ് വരുന്നതെങ്കിൽ നമുക്ക് ആ ഡോക്ടറോട് പറയാൻ പറ്റില്ല അവരെ IP ആക്കിയിട്ട് അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറയാൻ പറ്റില്ല, നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. ദ പേഷ്യൻസ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഇൻപേഷ്യന്റ് ആണ്, അതിന്റെ ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻപേഷ്യന്റ് എന്ന് പറയുന്ന പേഷ്യൻസ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. So an indirect way of approach for bringing inpatients to the hospital is to conduct a medical camp. അപ്പൊ ഇവിടെ ഒരു ഇൻഡയറക്റ്റ് വഴിയാണ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ബ്രിങ്ങിങ് ദ പേഷ്യൻസ് ടു ദ ഹോസ്പിറ്റൽ ഇസ് ടു കണ്ടക്ട് എ മെഡിക്കൽ ക്യാമ്പ്. ഒരു മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി അതിലൂടെ ഒരുപാട് പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക, അതിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളെ ഇൻപേഷ്യൻസ് ആക്കി മാറ്റുക എന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? വേഗം വായിച്ചു നോക്കിയേ മെഡിക്കൽ ക്യാമ്പ്. ആ ഒരു ഇൻപേഷ്യന്റിന്റെ ആ ഒരു ഡെഫിനിഷൻ പോലെയുള്ളതെന്ന് എഴുതി വെച്ചോട്ടോ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ദ പേഷ്യൻസ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ പൾസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആരാണ് ചൊല്ലും? ആരാണ്? OP, ഔട്ട് പേഷ്യൻസ് ആണ് കേട്ടാ. അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ടേ. Okay. Then next one ആണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് തൊഴിലവസരങ്ങൾ അല്ലെ. ഹോസ്പിറ്റലുകാര് ഒരുപാട് കരിയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് അഡ്വർടൈസ്മെന്റ്സ് ചെയ്യാറുണ്ട് അല്ലെ. ഫോർ എക്സിസ്റ്റിംഗ് ആൻഡ് നോൺ എക്സിസ്റ്റിംഗ് വേക്കൻസീസ്. നിലവിലുള്ള വേക്കൻസികളാവാം, അല്ലെങ്കിൽ നോൺ എക്സിസ്റ്റ്. ഇപ്പൊ നിലവിൽ വേക്കൻസി ഇല്ല, പക്ഷെ വേക്കൻസികൾ വരുന്നുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാവുന്ന വേക്കൻസികളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അഡ്വർടൈസ്മെന്റ്സ് അല്ലെങ്കിൽ പരസ്യങ്ങൾ കൊടുക്കാറുണ്ട്. കണ്ടിട്ടില്ലേ? ന്യൂസ് പേപ്പറിൽ കൊടുക്കാറുണ്ട്, സോഷ്യൽ മീഡിയാസ് എല്ലാവരുടെ വെബ്സൈറ്റുകളിൽ കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അഡ്വർടൈസ്മെന്റ് ഈസ് എയിമിംഗ് അറ്റ് മൾട്ടിപ്പിൾ റിസൾട്ട് ഇൻ എ സിംഗിൾ ഷോട്ട്. അപ്പൊ ഒന്നിലധികം ഫലങ്ങളാണ് നമുക്ക് ഈ ഒറ്റ ഷോട്ടിലൂടെ അവർക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വേക്കൻസി ഇടുമ്പോ ഫോർ എക്സിസ്റ്റിംഗ് വേക്കൻസീസ് ദ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ആംബിൾ റെസ്യൂംസ് ഫോർ ദ പർട്ടിക്കുലർ പൊസിഷൻസ് ആർ ഓട്ടോമാറ്റിക്കലി ദ ഹോസ്പിറ്റൽ ബീയിങ് ഗ്രാന്റഡ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വേക്കൻസി കണ്ടു. അപ്പൊ നമ്മളാണെങ്കിലും ഒരു വേക്കൻസി കാണുന്നു, ഇങ്ങനെ ഒരു വേക്കൻസി ആ ഒരു ഹോസ്പിറ്റലുണ്ട്, അവർ അവിടെ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് ആ ഒരു വേക്കൻസികൾക്ക് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പൊസിഷൻ ഫിൽ ചെയ്യുന്നതിന് ആവശ്യമായ ഒരുപാട് റെസ്യൂംസ് അവിടെ വരും അല്ലെ. ഒരുപാട് ബയോഡേറ്റാസ് പല ആളുകളുടെ നിന്നും വരും അല്ലെ. അങ്ങനെ വരുമ്പോ അവർക്ക് ആ ഒരു പൊസിഷനിലേക്ക് 2 ഗുണമാണ് അവർക്കുള്ളത്. ആ ഒരു പൊസിഷനിലേക്കുള്ള ഏറ്റവും യോഗ്യനായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കും. അത് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തത് ഓട്ടോമാറ്റിക്കലി ദ ഹോസ്പിറ്റൽ ഈസ് ഗ്രാന്റഡ് ഇല്ലേ. ഇത് പോകുന്ന ഇപ്പൊ ഇവിടെയാണ് നമ്മുടെ എവിടെയാണ് നമ്മുടെ ജില്ലയിലാണോ ചിലപ്പോൾ ആ ജില്ലയിലായിരിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്തൊരു ഹോസ്പിറ്റൽ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും വന്നിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ഹോസ്പിറ്റൽ എങ്ങനെയാണ്, നല്ലതാണോ, അല്ലെങ്കിൽ നമുക്ക് പോയി വർക്ക് ചെയ്യാൻ കൊള്ളാമോ, അല്ലെങ്കിൽ എവിടെയാണ് ഇത് എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഇപ്പൊ എന്താണ് എളുപ്പപ്പണി ചെയ്യാറ്, ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ട് അല്ലെ. ഇല്ലേ, ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തൊരു കാര്യത്തെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഗൂഗിൾ ചെയ്ത് അവിടെ റിവ്യൂ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ഓരോ ആളുകളും ഈ ഒരു അഡ്വർടൈസ്മെന്റ് കാണുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി താല്പര്യമുള്ള ഈ ഓരോ ആളുകളുടെ ഇടയിൽ ഇത് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ആ ഹോസ്പിറ്റല് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് കൂടിയാണ് ഈ കരിയർ ഓപ്പർച്യൂണിറ്റീസുമായി ബന്ധപ്പെട്ട അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി നിലവിലുള്ള വേക്കൻസി ആയിക്കോട്ടെ, പ്രതീക്ഷിക്കാവുന്ന ഇപ്പൊ നിലവിലില്ല പക്ഷെ പ്രതീക്ഷിക്കാവുന്ന വേക്കൻസിയുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട അഡ്വർടൈസ്മെന്റ്സ് അല്ലെങ്കിൽ പരസ്യങ്ങൾ അവർ കൊടുക്കുകയും അതിലൂടെ ഒരുപാട് ആളുകൾ ആ ഒരു പർട്ടിക്കുലർ പൊസിഷന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ അവരുടെ റെസ്യൂംസ് അയക്കുകയും അതിൽ നിന്നും യോഗ്യരായിട്ടുള്ളവരെ സെലക്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾക്കിടയിൽ ആ ഹോസ്പിറ്റലിനെ ബ്രാൻഡ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി കരിയർ ഓപ്പർച്യൂണിറ്റി. ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ആസ്ക് യുവർ ഡോക്ടർ. നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കാം എന്ന് പറയുന്ന പ്രോഗ്രാം അല്ലെ, കണ്ടു കാണുമല്ലോ. അറേഞ്ച്മെന്റ് ഓഫ് ആസ്ക് യുവർ ഡോക്ടർ പ്രോഗ്രാം ഇൻ ടെലിവിഷൻസ്, ന്യൂസ് പേപ്പർ, റേഡിയോ ചാനൽസ് റിഗാർഡിംഗ് ദിയർ എയിൽമെന്റ്സ്. നമ്മുടെ പേഷ്യൻസിന് അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക്കിന്റെ പ്രധാനപ്പെട്ട അസുഖങ്ങളെ കുറിച്ച് അവരുടെ റേഡിയോ ചാനലുകളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ന്യൂസ് പേപ്പറുകളിലോ അല്ലെങ്കിൽ ടെലിവിഷനിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആസ്ക് യുവർ ഡോക്ടർ പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട കുറെ ആളുകൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള അസുഖങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും ആ ടോപ്പിക് അല്ലെങ്കിൽ അവരുടെ ഡിസ്കഷൻസ് നടത്തുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സ്പെസിഫിക് എയിൽമെന്റ്സ്, അവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകമായിട്ടുള്ള അസുഖങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങള്, അതുപോലെ പകർച്ചവ്യാധികളാണ് എപ്പിഡമിക് ആണ് ഡിസ്കസ് ചെയ്യുക, പകർച്ചവ്യാധികളായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ അവര് ഇൻട്രൊഡക്ഷൻ കൊടുക്കും അല്ലെ. ആ ഒരു ഡോക്ടർ ഇന്ന ഡോക്ടറാണ്, അവർ ഇന്ന ഹോസ്പിറ്റലിലെ ഇന്ന വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്, കേട്ടിട്ടില്ലേ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ അവിടേക്ക് ചിലപ്പോ ഫോൺ കോളുകളിലൂടെ ബന്ധപ്പെടുന്നുണ്ടാവും ആളുകള്, അതുപോലെ അല്ലെങ്കിൽ ചിലപ്പോ ലെറ്റേഴ്സിലൂടെ ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ബന്ധപ്പെടും അവരുടെ അസുഖങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അതിനനുസരിച്ച് ആ ഒരു ഡോക്ടർ മറുപടി നൽകും. അങ്ങനെ മറുപടി നൽകുമ്പോഴും അവർ പറയും നമുക്ക് ഇങ്ങനെ എന്താണ് പ്രാഥമികമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇന്നതാണെന്ന് തോന്നുന്നത്, ഇനി കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതിനുശേഷം തീരാറാവുമ്പോഴേക്കും അതിന് താഴെ ആ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കും ഇല്ലേ, കണ്ടിട്ടില്ലേ? അപ്പൊ ഇതിലൂടെയും അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്, ആ ഒരു ഡോക്ടർ ഏത് ഹോസ്പിറ്റലിലാണോ ആ ഡോക്ടർ അതിന്റെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലും പ്രൊമോട്ട് ചെയ്യുക, അതിലൂടെ ഒരുപാട് പേഷ്യൻസിനെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, വായിച്ചു നോക്കി ആസ്ക് യുവർ ഡോക്ടർ. Okay. Then last one ആണ് an effective surgery. ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു സർജറി. The hospital must be undergoing a lot of surgery. അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് സർജറീസ് നടത്തപ്പെടുന്നുണ്ട്. And out of which certain specific complicated surgeries we can use it as a tool of marketing. അപ്പൊ അതിന് തന്നെ ഒരുപാട് സർജറികൾ നടത്തുന്നുണ്ട്, അതിന് തന്നെ ചില സ്പെസിഫിക് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറീസ് ഉണ്ട് അല്ലെ. അതായത് വളരെ റെയറസ്റ്റ് ചാൻസ് ആണ്, സക്സസ്ഫുൾ ആവാനായിട്ട് വളരെ റെയറസ്റ്റ് ചാൻസ് ഉള്ള
സർജറി ഒക്കെ ചെയ്ത് അത് വിജയകരമായിട്ട് പൂർത്തിയാക്കി കഴിയുമ്പോൾ അത് ഇവരെന്ത് ചെയ്യും, ഒരു മാർക്കറ്റിംഗ് ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗിന് വേണ്ടി അത് ഉപയോഗിക്കും. അപ്പൊ നമ്മൾ കാണാറുണ്ട് ന്യൂസ് പേപ്പറിലൊക്കെ ഇന്ന ഡോക്ടേഴ്സ് ഇന്ന ഹോസ്പിറ്റലിലെ ഇന്ന വിഭാഗത്തിലെ ഇന്ന ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങള് ഇന്നൊരു സർജറി ചെയ്ത് സക്സസ്ഫുൾ ആയി, ഇല്ലേ? കണ്ടിട്ടില്ലേ? സോഷ്യൽ മീഡിയാസിലൂടെയും വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാണുന്ന അല്ലെങ്കിൽ അത് വായിക്കുന്ന ഒരു വ്യക്തിക്ക് അതേ രോഗമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന കാര്യം എന്താ? ഒരു വിശ്വാസമാണ്, അല്ലെ? ഇത്രയും റിയലിസ്റ്റ് ആയിട്ടുള്ള സർജറി വരെയും അവർ ചെയ്ത് സക്സസ്ഫുൾ ആക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ പ്രശ്നവും ആ സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സിന് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും എനിക്ക് ആ ഒരു രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒരു റിക്കവറി ഉണ്ടാവാനും ഇവർ സഹായിക്കും എന്നൊരു ചിന്ത ഉണ്ടാവുകയും അതിലൂടെ ഒരുപാട് ആളുകളെ ആ ഹോസ്പിറ്റലിലേക്ക് കിട്ടാനും ഇത് സഹായിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കാൻ എഫക്റ്റീവ് സർജറി. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യേ. ഓക്കെ, താങ്ക് യു.